ശാരീരിക അവശതകളെ തുടർന്ന് കഥകളി രംഗത്ത് നിന്ന് സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ആശാൻ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അരങ്ങിലേക്കെത്തി. ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അഷ്ടമി രോഹിണി ദിനത്തിൽ കുചേലവേഷത്തിൽ ഗോപി ആശാൻ നിറഞ്ഞാടിയത്. പൊട്ടഴുന്നൊരു മഹ ഭക്ത്യബ്ധിമധ്യേ ചിരോ കുചേലന്റെ ഭാവവ്യത്യാസങ്ങൾ ഏറ്റവും മനോഹരമായി പകർന്നാടുകയാണ് ഗോപി ആശാൻ. ആനന്ദ മൂർത്തിയേ ചെന്നു ശ്രീകൃഷ്ണന്റെയും കുചേലന്റെയും സമാഗമം പോലെ ഗോപി ആശാനും അരങ്ങും ഒരിടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടുകയാണ്. ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇത് 19ാം തവണയാണ് ഗോപി ആശാൻ എത്തുന്നത്. കൂടുതലും കൃഷ്ണവേഷം. കുചേലനായത് വളരെ കുറച്ചു മാത്രം. 2023 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ തൃശൂർ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലാണ് അവസാനമായി ആശാൻ കഥകളി അവതരിപ്പിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് 2 വർഷത്തെ ഇടവേള. 2025 മാർച്ചിൽ ശാരീരിക അവശതയെ തുടർന്ന് സ്വയം വിരമിക്കലും പ്രഖ്യാപിച്ചു. പക്ഷേ അരങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുക ഗോപി ആശാനെ പോലൊരു അത്ഭുത കലാകാരന് അത്ര എളുപ്പമല്ല. ഈ വൃത്തികെട്ടിയിട്ടുള്ള വേഷം കെട്ടാൻ സാധിക്കാത്ത കാരണം കൊണ്ട് ഞാൻ രംഗത്തുനിന്ന് ഒഴിവാകുക നല്ലതെന്ന് തോന്നി. അതായത് ആൾക്കാർക്ക് ഈ വൃത്തികെട്ടി തേച്ച വേഷങ്ങളാണ് കാണാൻ ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം അവർക്ക് നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റു ചില വേഷങ്ങൾ കെട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാവാൻ തീരുമാനിച്ചതാണ്. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. പുതുതലമുറയിൽ അഭിമാനം കൊള്ളുന്നുണ്ട് ആശാൻ. വളർന്നു വരുന്ന തലമുറ കഴിഞ്ഞ തലമുറയെ കവച്ചു വയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം. അതൊരു അത്രയ്ക്കും കേമന്മാരായിട്ടാണ് അവർ വരുന്നത്. സന്തോഷമേ ഉള്ളൂ. എന്താ വെച്ചാൽ കഥകളിക്ക് അതിൽ നല്ലൊരു മുതൽക്കൂട്ടാണ്. ആലപ്പുഴ ഹരിപ്പാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമാധാനം ഇന്ത്യ ഫൗണ്ടേഷനാണ് ഗോപി ആശാനെ വീണ്ടും അരങ്ങിലെത്തിച്ചത്. മഹാപ്രതിഭയ്ക്ക് ദേവസ്വം പ്രസിഡന്റ് ആദരമർപ്പിച്ചു. സമാനതകളില്ലാത്ത കഥകളി ആചാര്യൻ ഇനിയും ഇങ്ങനെ നമ്മെ അത്ഭുതപ്പെടുത്തട്ടെ. ആലപ്പുഴയിൽ നിന്ന് സുഭാഷം പിള്ളയ്ക്കൊപ്പം സുധിഷ ധർമ്മൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.